നമസ്കാരം. പലതരത്തിലുള്ള ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അത്തരത്തിൽ ട്രൈ ചെയ്യുന്ന ഒന്നാണ് നീർദോശ. അപ്പോൾ നീർദോശ സാധാരണ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് റാഗിപ്പൊടി വെച്ചിട്ടുള്ള നീർദോശയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഹെൽത്തിയാണ് റാഗി ആയതുകൊണ്ട് തന്നെ. ഇതിനു മുമ്പും റാഗി വെച്ചിട്ടുള്ള പല റെസിപ്പീസും ഞാൻ ഈ ചാനലിലൂടെ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസാണ് കൂടുതൽ ഈ ചാനലിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ റാഗി ദോശ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് റാഗിപ്പൊടിയാണ്. ഇതിപ്പോൾ 1/2 കപ്പ് റാഗി പൗഡറാണ് ഞാൻ ചേർക്കണേ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. സവാള, പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുക്കാം. ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഒന്നും ചേർക്കാതെ ആണ് ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ചേർത്തില്ലെങ്കിലും ചേർത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ചെറിയ സവാള നന്നായി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളകും കുറച്ച് മല്ലിയിലയാണ് എടുത്തിട്ടുണ്ട്. മല്ലിയിലയ്ക്ക് പകരമാണെങ്കിൽ കറിവേപ്പില എടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചിലർ ഇത് വഴറ്റി ചേർക്കും, സവാളയൊക്കെ. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പ്ലെയിനായിട്ട് വെറുതെ റാഗിപ്പൊടിയും ഉപ്പും വെള്ളം കൂടി ചേർത്തിട്ടും ഈ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിത് ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 1/2 കപ്പ് പൊടിയാണ് എടുത്തിരുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് വേണ്ടത്. കുറേശ്ശെ ചേർത്ത് ആദ്യം മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് മിക്സ് ചെയ്യാം. ആദ്യം തന്നെ എല്ലാം കൂടി ചേർത്താൽ ഈ റാഗിപ്പൊടി നല്ല കട്ടയായി പോകും. അതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്താണ് നല്ലത്. മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നീർദോശ ആയതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കൂടുതൽ വേണം. സാധാരണ ദോശയുടെ കൺസിസ്റ്റൻസി അല്ല, കുറച്ച് വെള്ളമായിട്ടാണ് വേണ്ടത്. കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരിക. അധികം തിക്കല്ലാതെ ഇത്തിരി ലൂസായിട്ട് വേണം വരാനായിട്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഉപ്പ് നമ്മൾ ചേർത്തിരുന്നു. നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ട് അങ്ങനെ ദോശ ഉണ്ടാക്കാം. ഇപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് ദോശക്കല്ല് വയ്ക്കാം. അപ്പോൾ ദോശക്കല്ല് ആയി വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ചേർക്കേണ്ട ആവശ്യം വരില്ല. നമ്മളെടുക്കുന്ന റാഗിപ്പൊടിയുടെ ഇരട്ടി വെള്ളമാണ് ചേർക്കണേ. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ സവാളയും പച്ചമുളകൊക്കെ ഇടുമ്പോൾ ഇത് കുറച്ചും കൂടി കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം. അപ്പോൾ നമ്മളിടുന്ന സവാളയൊക്കെ അനുസരിച്ച് വേണമെങ്കിൽ കട്ടി കൂടുതൽ തോന്നുകയാണെങ്കിൽ വെള്ളം എടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ലൂസായിട്ട് കിട്ടണം മാവ്. എന്നാൽ മാത്രമേ നമുക്ക് നീർദോശയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. കാരണം ഈ റാഗി ആയതുകൊണ്ട് 5 മിനിറ്റ് ഇരുന്നാൽ ഇത് അങ്ങനെ താഴേക്ക് അടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഈ ദോശയ്ക്ക് ഒഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ദോശക്കല്ലിൽ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ കല്ല് നന്നായി ചൂടായി വരണം. കല്ല് നന്നായി ചൂടായി വന്നു. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ബബിൾസ് ആയിട്ടാണ് വരിക ദോശ. സാധാരണ ദോശമാരിയല്ല, റാഗി ദോശ ഒരു 2 മിനിറ്റ് കൂടുതലെടുക്കും ഒന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെയൊക്കെ നല്ല ഡ്രൈ ആയി വരും. അതുപോലെ സൈഡുകളിൽ കളറ് മാറി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് ഇരുമ്പിൻ്റെ ആയതുകൊണ്ടാണ് ആദ്യം എണ്ണ തടവിയത്. നമ്മൾ നോൺ സ്റ്റിക്കിൽ ചെയ്യുമ്പോൾ എണ്ണ തടവേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് നന്നായിട്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ആയി തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഈ ഹോൾസ് ഉണ്ടല്ലോ, അതിലൊക്കെ കുറേശ്ശെ നെയ്യോ എണ്ണയോ എന്താ നിങ്ങൾ യൂസ് ചെയ്യാറുള്ള വെച്ചാൽ അത് ചേർത്ത് കൊടുക്കണം.
അപ്പം എന്നാലേ നമുക്ക് ഈ ദോശ നമുക്ക് വിടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ. ഈ ഹോളിൽ കൂടെ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ നെയ്യ്, ഞാനിപ്പോൾ നെയ്യാണ് ഇട്ട് കൊടുക്കണേ. അപ്പം നിങ്ങൾ ഏതാച്ചെങ്കിൽ ഇട്ട് കൊടുത്താൽ അതെടുക്കാൻ കിട്ടും. ഇനി നമുക്ക് ദോശ എടുക്കാം. ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടാവും, സൈഡൊക്കെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. പതുക്കെ ഇത് എടുക്കാം. ഇപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള റാഗി ദോശ റെഡി ആയിട്ടുണ്ട്. റവ ദോശ പോലെ തന്നെയാണ്, നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോൾ ഹെൽത്തിയാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ഡയറ്റിൽ ഇതുപോലെ റാഗി പല രൂപത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം.